എന്താ പരിപാടി? പരിപാടി രാവിലെ വെച്ച് കൂട്ടാൻ വയ്ക്കുക. അത് മനസ്സിലായി. ഇന്നൊരു വെണ്ടയ്ക്ക വെച്ച് മോര് കറി കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും വെണ്ടയ്ക്ക മോര് കറി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് കാണണ്ട. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അതെ, നന്നാക്കിയിട്ട് ഉള്ളിയേക്കാം. വെണ്ടയ്ക്കൊന്ന് കഴുകിട്ട് പറ്റേ. തേങ്ങ ചിരകുക. കച്ച കച്ച കച്ചേന്ന് കച്ച കച്ച കച്ചേന്ന് മഴക്കാലമായി കേട്ടോ. നമുക്ക് മോര് കറിക്ക് അരപ്പൊന്ന് തയ്യാറാക്കട്ടെ. ചെറിയൊരു മുറി തേങ്ങ, 2 ചെറിയ ഉള്ളി, കാൽ ടീസ്പൂൺ നല്ല ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. പച്ചമുളക് മാത്രമാകുമ്പോൾ വേറെ കളറാവും. ഒരു പച്ചിഷ് കളർ. 1/2 ടീസ്പൂണ് മുളക് പൊടി. ഒരു ഓറഞ്ചിഷ് കളർ വരും. അതെ, കൂടി അരച്ചിട്ട് വെക്കട്ടെ നന്നായിട്ട്. നമുക്ക് വെണ്ടയ്ക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ചൂടാവട്ടെ. ചൂടാവട്ടെ. കുറച്ച് എണ്ണയിൽ വെണ്ടയ്ക്കൊന്ന് വറുത്തെടുക്കണം. 1/4 കിലോ വെണ്ടയ്ക്കുണ്ട്. ഇതൊന്ന് 1/4 കിലോ. 1/4 കിലോ വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം കൂടി കളഞ്ഞു പോയപ്പോൾ 2-3 ഉള്ളൂ കേട്. നന്നായി വഴറ്റണം. നന്നായി വഴറ്റണം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി. ഇവിടെ ഉണ്ടാക്കി കണ്ട് ശീലിച്ച് പഠിച്ചിട്ട് ഇപ്പം അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. കൂട്ടാൻ വയ്ക്കാനൊക്കെ പഠിച്ചു. ഒരു നേരം എന്തെങ്കിലും വെക്കാലോ. അതെ, പക്ഷെ ഇവിടെ ഒറ്റയ്ക്ക് കറി വയ്ക്കില്ലോ. നന്നായി വഴറ്റിയെടുക്കണം കേട്ടോ. വെണ്ടയ്ക്ക ആയിട്ടാ നന്നായി വഴണ്ടി വന്നു. നന്നായി വഴണ്ടി വന്നു. കോഴി മാറ്റാം. എന്താട്ടത്? ഇനി കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കൊടുക്കുക. ചളി ഇനി ചൂടാവട്ടെ കേട്ടോ. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവ, 2 വറ്റൽമുളക്, കറിവേപ്പില, 3 അല്ലി വെളുത്തുള്ളി, 4 ചെറുള്ളി, 4 എരിവുള്ള പച്ചമുളക് ഇട്ടോ. നന്നായി മൂത്ത് വരണം. അരപ്പിട്ട് കൊടുക്കട്ടെ.
കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ലൂസ്. ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ വെണ്ടയ്ക്ക വറുത്ത് വെച്ചിട്ട് കൊടുക്കട്ടെ കേട്ടോ. എന്താണ്? ഇതൊന്ന് തിളക്കട്ടെ. എന്നിട്ട് തൈര് ഒഴിച്ച് കൊടുക്കുക. തൈര് ഒഴിച്ച് തിളയ്ക്കാൻ പാടില്ല. തിളച്ചു കൂട്ടാ വെണ്ടയ്ക്കിട്ട് ഇതിലേക്ക് കൊഞ്ചം 1/4 ടീസ്പൂൺ കായപ്പൊടി. നമ്മുടെ ഉണ്ടാക്കി തൈര് ഇട്ടാ. ഇവിടെ ഉണ്ടാക്കിയതാട്ടാ. ഇതിപ്പോൾ ഒരു 2 ഗ്ലാസ് ഉണ്ടാകും. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ. അത്ര തിളയ്ക്കാൻ പാടില്ല. ചൂടാവാനേ പാടുള്ളൂ. ചൂടാവാനേ പാടുള്ളൂ. അപ്പോൾ ചൂടാവട്ടെ. നിർത്താം. നമ്മുടെ വെണ്ടയ്ക്ക കറി റെഡിയായി. ഇനി കഴിക്കുക വേണ്ടല്ലോ. മുട്ട പൊരിച്ചെടുക്കട്ടെ കേട്ടോ. ഓക്കെ. അതെ, അടിച്ചടിച്ച അവസാനം പൊരിക്കണ്ടാവോ? അച്ഛന് ഹോട്ടലിൽ പോകാൻ നല്ലൊരു സാധ്യതയുണ്ട്. നന്നായി മുട്ട അടിക്കും, നന്നായി ചായ അടിക്കും. എന്നാ മീൻകാരനാണ് വന്നിരിക്കുന്നു. പച്ചമുളകാന്ന് കൊണ്ടാണ് ഇട്ടത്. പക്ഷെ എല്ലാം ചുമന്നമുളക് കഴിച്ചത്. എന്താ ഒരാഴ്ച 1.5 കൂടി കഴിഞ്ഞ് സ്കൂൾ തുറക്കാനായി. എന്താ അവസ്ഥ? സാധനങ്ങൾ വാങ്ങിയിട്ടില്ല. കുരുമുളക് ഇട്ട് കൊടുക്കട്ടെ. വേണ്ട, മതി. അച്ഛന് എരിവ് വേണം. അപ്പം ഇത് അച്ഛന്. എനിക്ക് പോയിക്കാനായിട്ട് കുരുമുളക് വേണ്ട. അയ്യോ, കേട്ടോ. ഇപ്പോൾ ദേഷ്യം വന്നാൽ ഞാൻ എന്ത് ചെയ്യും? മുറിക്കും. വെണ്ടയ്ക്ക മോര് കറി സൂപ്പറാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഉണ്ടാക്കാത്തവർ. ഒരു കഷ്ണം മുട്ടയും മതിയാ മതി. മതിയേ മതി. നല്ല ചൂട് ചോറും വെണ്ടയ്ക്ക മോര് കറി. കാക്കൊന്നും വിളിക്കുന്നു കേട്ടോ. 2 വറ്റി ചോറ് കണ്ടിട്ട് കൊടുക്കുക. മുട്ട കഴിക്കുക. ചോറാ മുട്ട മാത്രം വിരല് 3 കാണിക്കാൻ പറഞ്ഞു. എങ്ങനെ 3? സൂപ്പർ. നന്നായില്ലേ? സൂപ്പർ. മുളക് പൊടിച്ചു. നല്ല കാര്യം. മുട്ടയിലെ മുളക് പൊടിച്ചു. അപ്പൊ ഇത്രയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. സീ യു. മുട്ടയിട്ട മുളകാണ് കേട്ടാ. മോര് കറിയിൽ എരിവില്ല. ഹായ്.